ഇന്നതേ വീടിന്റെ മുമ്പിലുള്ള പാടത്ത് ചൂണ്ടിടാനായിട്ട് വന്നേട്ടാ. ദേ ഒരു കുഞ്ഞൻ ഫ്രോഗാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള ഒരു ഫ്രോഗാണ്. ഞാൻ അവിടെ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ കുറച്ച് പിള്ളേരൊക്കെ കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പാടം എൻ്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ തന്നെ കേട്ടാ. ഇവിടെ ഇപ്പം മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഡെയിലി ഒരു അരമണിക്കൂറൊക്കെ വന്ന് കാസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ. ഇവിടുന്ന് വലിയ ബ്രാലൊന്നും അങ്ങനെ അധികം കിട്ടാറില്ല കേട്ടാ. കൂടുതലും ഒരു ഇടത്തരം ബ്രാലൊക്കെയാണ് കിട്ടാറുള്ളത്. മിക്കതിനെയും വീട്ടിലെ കുളത്തിൽ കൊണ്ട് ഇടാറാണ് പതിവ്. അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1-2 കാസ്റ്റിംഗ് ആയപ്പോൾ തന്നെ ആദ്യത്തെ സ്ട്രൈക്ക് കിട്ടിയിട്ടാ. പക്ഷെ അത് ഹുക്കപ്പ് ആയില്ല. ആ ഒരു സമയത്ത് തന്നെ കേട്ടാ തൊട്ടടുത്ത് നിന്ന് കാസ്റ്റ് ചെയ്തിരുന്ന ഒരു പയ്യന് ഒരു ചെറിയ ബ്രാലിനെ കയറിയത്. വലിയ വലിപ്പമൊന്നും ഇല്ലാത്തവരനാണ്. വേനൽക്കാലാവുമ്പോൾ ഈ പാടമൊക്കെ മുഴുവനായിട്ട് പറ്റാറുണ്ട് കേട്ടാ. അപ്പം ഈ കുഴികളിലൊക്കെ കോരിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഇഷ്ടം പോലെ മീനൊക്കെ കിട്ടാറുണ്ട്. എവിടെ ഇന്നത്തെ ദിവസം എന്തോ ശരിയല്ല കേട്ടാ. രാവിലെ തന്നെ കിട്ടിയ 2 സ്ട്രൈക്കും മിസ്സായിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതേ അമ്മ ചായ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത കാസ്റ്റിംഗ് പരിപാടികളൊക്കെ. ഇവിടെ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ എന്തായാലും വലിയ മീനുകളൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ലാന്നറിയാം. എന്നാലും രാവിലെ തന്നെ ഒരു ടൈം പാസ് പോലെയാണ് ഇവിടെ വന്നിരുന്ന് ഈ കാസ്റ്റ് ചെയ്യണത്. രാവിലെ തന്നെ ഈ പാടത്തിന്റെ കരയിൽ വന്ന് ചായയൊക്കെ കുടിച്ചിരുന്ന് ചൂണ്ടിടാനായിട്ട് നല്ല സുഖമുള്ള ഒരു പരിപാടിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ആകെ കുറച്ച് നേരം കാസ്റ്റ് ചെയ്തുള്ളൂ കേട്ടോ. ഇതിനിടയ്ക്ക് ഒരു ചെറിയ സ്ട്രൈക്ക് കൂടെ കിട്ടിയായിരുന്നു കേട്ടോ. പക്ഷെ അത് ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കാസ്റ്റ് ചെയ്തപ്പോൾ ഒരു ചെറിയ ബ്രാലിനെ കിട്ടിയിട്ടുണ്ട്. അത്ര വലിയ വലിപ്പമൊന്നും പറയാനില്ല. നാടൻ ബ്രാലിൻ്റെ കുഞ്ഞാട്ടാ അടിച്ചിട്ടുള്ളത്. ഈ ഒരു സൈസാണ് ഇവിടെ കൂടുതലും കിട്ടാറുള്ളത്. ഇങ്ങനെ കിട്ടുന്ന കുറേ ബ്രാലിനെ ഇപ്പോൾ വീട്ടിലെ കുളത്തിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഇതിനിപ്പോൾ ഹുക്കിന്ന് റിലീസ് ചെയ്തിട്ട് നേരെ കൊണ്ട് കുളത്തിലിടൂല കേട്ടാ. വീട്ടിൽ കൊണ്ടുപോയി കുറച്ചു നേരം ബക്കറ്റിലിട്ട് വയ്ക്കും. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും കാണില്ല എന്നുണ്ടെങ്കിൽ അതിനെ കുളത്തിലോട്ട് ഇടും. ഒരു 10-20 മിനിറ്റ് ഇവിടെ വെള്ളത്തിലിട്ട് വെക്കാട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതിനെ കണ്ടിട്ട് ആൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഇതേ കണ്ട ആൾ നല്ല ഉഷാറാണ് കേട്ടോ. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിതിനെ തിരിച്ച് കുളത്തിലേക്ക് അങ്ങോട്ട് വിട്ടേക്കാം. കുളത്തിൽ ഇങ്ങനെ അല്ലാണ്ടും അത്യാവശ്യം ബ്രാലുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മഴ പെയ്ത് വെള്ളമൊക്കെ പൊന്തുമ്പോൾ ഇഷ്ടംപോലെ മീൻ കയറി വരാറുണ്ട്. അപ്പോൾ അവനവൻ്റെ വഴിക്ക് പോട്ടെ. ഇനിയിപ്പോൾ ചിലപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ കുളം വറ്റിക്കുമ്പോൾ കിട്ടും.